ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. മാർ ജോർജ് കുവക്കാട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന സ്ഥാനാരോഹണ ചടങ്ങുകളാണ് വത്തിക്കാനിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊപ്പം കൊച്ചി രൂപത PRO ഫാദർ ജോണി സേവ്യർ തുടരുന്നുണ്ട്. ഫാദർ, ചടങ്ങുകൾ അവിടെ പുരോഗമിക്കുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെ ചുവന്ന തൊപ്പിയും കൈവിരലിൽ മോതിരവും ഇങ്ങനെയൊക്കെ ഒരു രാജകുമാരനായി വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. അവർ വ്രതവാഗ്ദാനം നടത്തുകയാണ്. കർദിനാളായിട്ടുള്ള സത്യപ്രതിജ്ഞ ചൊല്ലുകയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ലത്തീൻ ഭാഷയിലാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അത് സഭയോടും ക്രിസ്തുവിനോടുമുള്ള വിശ്വാസമാണ് അവർ ഏറ്റുപറയുന്നത്. സത്യപ്രതിജ്ഞയും ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അവർ പ്രധാനമായിട്ടും പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോടും കത്തോലിക്ക സഭയോടും വിശ്വസ്തനായിരുന്നു കൊള്ളാം, എല്ലാ കാര്യങ്ങളിലും മാർപ്പാപ്പയോട് ചേർന്ന് പ്രവർത്തിച്ചോളാം, മാർപ്പാപ്പയോടും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളോടും ചേർന്ന് പ്രവർത്തിച്ചുകൊള്ളാം, എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ഭ്രാന്തദർശികളായിരുന്നുകൊണ്ടും ദീർഘവീക്ഷണമുള്ളവരായിരുന്നുകൊണ്ടും സഭയോട് ചേർന്ന് പ്രവർത്തിക്കാമെന്നുള്ള ഒരു വാഗ്ദാനമാണ് അവർ നൽകിയിരുന്നത്. സഭയെ അപമാനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം ഞങ്ങൾ അതിനെല്ലാത്തിനെതിരായിട്ട് സംരക്ഷണം തീർത്തുകൊണ്ട് നിൽക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ബോധ്യങ്ങളോടും കൂടി നിന്നുകൊള്ളാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോഴുള്ള സത്യപ്രതിജ്ഞയിൽ ഒരു പ്രധാനമായിട്ടും എടുത്തു പറഞ്ഞത്. ഇനിയുള്ള ചടങ്ങുകൾ നമുക്ക് അറിയാവുന്നിടത്തോളം ഇനി മോതിരവും ഈ പറഞ്ഞ അവരുടെ ഔദ്യോഗിക ചിഹ്നമായ തൊപ്പിയും, ഞാൻ അതിലേക്ക് വരികയായിരുന്നു ഫാദർ. ഈ ചുവന്ന തൊപ്പിയും കൈവിരലിൽ മോതിരവും കുറച്ച് മുൻപ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. ആ മോതിരങ്ങളൊക്കെ ഇങ്ങനെ നിരനിരയായി വച്ചിരിക്കുന്നത് കണ്ടിരുന്നു. അങ്ങനെ രാജകുമാരന്മാരായി വരിക അങ്ങനെയാണ്. അപ്പോൾ ഈ ചുവന്ന തൊപ്പിക്കും മോതിരത്തിനും ഒക്കെ പിന്നിൽ കഥകളൊക്കെ ഉണ്ടോ ഫാദർ? തീർച്ചയായിട്ടും കഥകളുണ്ട്. ചുവന്ന തൊപ്പി അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, രക്തം കൊടുത്തും അവർ വിശ്വസിക്കുന്ന കാര്യങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളതിൻ്റെ ചിഹ്നമാണ്. മോതിരം നമുക്ക് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാവുന്നതല്ല, വിശ്വസ്തതയുടെ അടയാളമാണ്. അങ്ങനെ ആ പറഞ്ഞുകൊണ്ട് അതിന് പറഞ്ഞോളൂ ഫാദർ. ഈ മോതിരം സ്വീകരിച്ചുകൊണ്ട് സഭയുടെ സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് സഭയുടെ രാജകുമാരനാകുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി തൊട്ടടുത്ത ചടങ്ങെന്ന് പറഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കുമോ ഫാദർ? 21 പേർക്കും ഇത് ഓരോരുത്തരെയും പേര് ചൊല്ലിയാണ് ഇത് കൊടുക്കുന്നത്. ആ ചടങ്ങുകളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ കൊടുക്കുന്നത് ഔദ്യോഗിക രേഖ നൽകുകയാണ് അവർക്ക്. ശരി ഫാദർ, തുടരുക. ഇപ്പോൾ വത്തിക്കാനിൽ നിന്ന് വരാപ്പുഴ അതിരൂപതയിലെ ഫാദർ വിപിൻ സേവ്യർ കൂടി നമുക്കൊപ്പം ചേർന്നുണ്ട്. ഫാദർ, ഇപ്പോൾ ഈ വചന സന്ദേശം പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ എന്ത് ചടങ്ങുകളാണ് അവിടെ പുരോഗമിക്കുന്നത്? പരിശുദ്ധ പിതാവ് അവരുടെ സ്ഥാന മഹിമയ്ക്ക് ഉതകുന്ന അവരുടെ ശിരസ്സിൽ വയ്ക്കുവാനുള്ള സ്ഥാനിക അടയാളമായിട്ടുള്ള തൊപ്പിയും അതോടൊപ്പം തന്നെ പേപ്പൽ അവർക്കുള്ള ബൂളയും ആധികാരിക പത്രവും ഒപ്പം തന്നെ മോതിരവും നൽകി രാജകുമാരന്മാരുടെ അന്തസ്സിലേക്ക് അവർ ഉയർത്തിക്കൊണ്ട് ശുശ്രൂഷയുടെ പുതിയ ലോകത്തിലേക്ക് ഒരിക്കൽ കൂടെ ആ ദൈവത്തിന്റെ ആ വലിയ ശുശ്രൂഷ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അവർ തങ്ങളുടെ സ്ഥാനത്തിന് ഉതകുന്ന രീതിയിലുള്ള ചിഹ്നങ്ങൾ അണിയുകയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഏറ്റവും പ്രായം കൂടിയ കർദിനാളായി ഉയർത്തപ്പെട്ടിരിക്കുന്ന ആർച്ച് ബിഷപ്പാണ് ഇപ്പോൾ ഇന്ന് പോയിരിക്കുന്നത്. നേരത്തെയും ഈ മാർപ്പാപ്പ അദ്ദേഹം കർദിനാൾമാരുടെ പേരുകൾ വിളിക്കുമ്പോഴും 20ാമനായിട്ടായിരുന്നു മാർ ജോർജ് കൂവക്കാട് അദ്ദേഹം എഴുന്നേറ്റുന്നത്. അപ്പോൾ അങ്ങനെയായിരിക്കുമോ ഈ ചടങ്ങുകളും നടക്കുക? 20ാമനായിട്ടായിരിക്കുമോ മാർ ജോർജ് കൂവക്കാടും ഉയർത്തപ്പെടുന്നത്? ആ രീതിയിൽ തന്നെ ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത ഒരുക്കിയിരിക്കുന്നത്. ഒക്ടോബർ 6-ാം തീയതി നമുക്കറിയാവുന്നത് പോലെ വത്തിക്കാൻ ചത്തുരത്തിൽ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും മുമ്പിൽ വെച്ചും ഏറ്റവും അവസാനമാണ് നമ്മുടെ ഭാരതത്തിന്റെ അഭിമാനമായ
ആർച്ച് ബിഷപ്പിന്റെ അന്ന് വൈദികനായിട്ടുള്ള ജോർജ് കൂവക്കാട് അച്ഛന്റെ പേര് അനൗൺസ് ചെയ്തത്. തീർച്ചയായിട്ടും ഏറ്റവും അവസാനത്തെ പേരിൽ അദ്ദേഹം വിളിക്കപ്പെടുമ്പോഴും ഭാരത കത്തോലിക്ക സഭയിൽ ഏറ്റവും ഔന്നത്യത്തിന്റെ നിമിഷങ്ങളിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു മകനെന്ന് ഭാരത കത്തോലിക്കരായിട്ടുള്ള ഭാരതത്തിന്റെ മക്കൾക്ക് എല്ലാവർക്കും തന്നെ അഭിമാനിക്കാൻ സാധിക്കുമെന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു, വചന സന്ദേശം വളരെ ഹ്രസ്വമായിട്ട് പറഞ്ഞുകൊണ്ട് ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ആ പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെ വേദനിക്കുന്നവരുടെ നമ്പരങ്ങളിലേക്ക് ചേരാൻ പറഞ്ഞ പാപ്പ ഇവരെ അണിയിക്കുന്ന ഈ പദവിക്കടുത്ത ചിഹ്നങ്ങളും അതുപോലെ അംഗീകാരങ്ങളും എല്ലാം തന്നെ ശുശ്രൂഷയിലേക്ക്, തിരുസഭയെ കൂടുതൽ ആഴങ്ങളിലേക്കുള്ള ക്രിസ്തുവിന്റെ ശുശ്രൂഷയിലേക്ക് നയിക്കുവാൻ ഇവർക്ക് ഒരു ചലഞ്ച്, അതായത് ഇവർക്ക് ഒരു ശുശ്രൂഷ മിഷൻ നൽകുകയാണ്, ഒരു വലിയ ദൗത്യം നൽകുകയാണ് എന്നുള്ളത് കൂടി ഏറെ ശ്രദ്ധേയമാണ്. അത് മാത്രമല്ല ഫാദർ, ഇന്നിപ്പോ മാർപ്പാപ്പ പറഞ്ഞതിൽ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഉണ്ടായിരുന്നു. സമാധാനത്തിന്റെ വക്താക്കളാകണം ഓരോരുത്തരും എന്നൊരു ഓർമ്മപ്പെടുത്തൽ. തീർച്ചയായിട്ടും സമാധാനം. കാരണം വൈരാഗ്യത്തിന്റെയും വിദ്വേഷത്തിന്റെയും അടക്കിപ്പിടിച്ച് മറ്റുള്ളവരെ നിലത്ത് വീഴ്ത്തി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കവർന്നെടുക്കുവാനുള്ള ഒരു ലോകത്തിന്റെ ശാസ്ത്രമല്ല, മറിച്ച് ക്രിസ്തുവിന്റെ പങ്കുവയ്ക്കുവാനുള്ള ആ ഒരു വലിയ മഹത്വമേറിയ ദൗത്യം ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ ചടങ്ങ്. പ്രൗഢഗംഭീരമാണ് ഈ ശുശ്രൂഷയെങ്കിലും ഈ പ്രൗഢഗംഭീരം എന്നതിനേക്കാൾ ഏറ്റവും എടുത്തു കാണിക്കുന്ന ഒരു സത്യം ആ എളിമയിലേക്ക് നിങ്ങൾ വിളിക്കപ്പെട്ടവരാണെന്ന് ഒരിക്കൽ കൂടെ അറിയിക്കുകയാണ്. നിങ്ങളുടെ ശുശ്രൂഷ പാവങ്ങളിലേക്ക്, അതുപോലെ സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, നന്മയുടെ, കൂട്ടിച്ചേർക്കലിന്റെ അകന്നു നിൽക്കുന്നവരെയൊക്കെ നമുക്കറിയാം. ഈ സാഹചര്യത്തിൽ പാപ്പ ഏറെ ദുഃഖിതനാണ്. കാരണം പല രാജ്യങ്ങളിലും നടക്കുന്ന യുദ്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ട് പാപ്പായെ. ആ അവസരത്തിൽ തന്നെയാണ് ഇന്ന് നമുക്ക് അറിയാവുന്നത് ഈ സായാഹ്നം എന്ന് പറയുന്നത് പരിശുദ്ധ മാതാവിന്റെ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ തിരുനാൾ, അമലോത്ഭവ മാതാവിന്റെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു സായാഹ്നം കൂടിയാണ്. നാളെ രാവിലെ വത്തിക്കാനിൽ വീണ്ടും ഈ പുതിയ കർദിനാൾമാരോടൊപ്പം വിശുദ്ധ ബലി അർപ്പിക്കുന്നുണ്ട് പാപ്പ 9:30 മണിക്ക് രാവിലെ വത്തിക്കാൻ സമയം. അപ്പോൾ പാപ്പ ആഹ്വാനം ചെയ്യുന്നത് ദൈവ ഇഷ്ടത്തിനനുസൃതമായി, പരിശുദ്ധ അമ്മയെ പോലെ തന്നെ ദൈവ ഇഷ്ടത്തിനനുസൃതമായി വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സമാധാനത്തിന്റെ വക്താക്കളാകുക എന്നുള്ളതാണ്. തീർച്ചയായും വളരെയധികം നന്ദി ഫാദർ വിപിൻ സേവ്യർ. അങ്ങ് തുടരുക, അങ്ങിലേക്ക് മടങ്ങിയെത്താം. വത്തിക്കാനിൽ ഇപ്പോൾ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. വ്യത്യസ്ത സംസ്കാരമുള്ള ലോകത്ത് എല്ലാവരെയും സ്നേഹിക്കുന്ന, ഉൾക്കൊള്ളുന്ന മനോഭാവം കർദിനാൾമാർക്കുണ്ടാകണമെന്നാണ് മാർപ്പാപ്പ പറഞ്ഞത്. അദ്ദേഹം കർദിനാൾമാരെ ചുവന്ന തൊപ്പി ധരിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് വത്തിക്കാനിൽ നിന്നും. അത് മോതിരം അണിയിക്കുന്നു, മോതിരം അണിയിക്കുന്നുണ്ട്. e Sant'Orno Apostolorum Petri e Pauli, tibi cum ultimos tibi Santi Ioannis Leonardi, in nomine Patris et Filii Spiritus Sancti. Amen. Pax Dominis semper vobiscum. കൊച്ചി രൂപത PRO ഫാദർ ജോണി സേവ്യർ തുടരുന്നുണ്ട് നമുക്കിപ്പം. ഫാദർ, കർദിനാൾമാരെ ചുവന്ന തൊപ്പി ധരിപ്പിക്കുന്നു, സ്ഥാനിക ചിഹ്നങ്ങൾ അണിയിക്കുന്നു, കർദിനാൾമാരെ പേര് വിളിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി. ഇപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? ഇപ്പോൾ നടക്കുന്നത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഈ മോതിരം വിശ്വസ്തതയുടെ ചിഹ്നമാണ്. ഈ തൊപ്പി സ്വന്തം രക്തം കൊടുത്തും അവർ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ സ്നേഹത്തിൻ്റെ സന്ദേശം പകർത്തുമെന്നാണ്. അത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങളും. അതിൻ്റെ ഔദ്യോഗിക രേഖയായിട്ടാണ് ആ രേഖ, ആ ബൂള കൈമാറുന്നത്. ആ ഉരുണ്ട പേപ്പറിലുള്ള വസ്തുവിൻ്റെ അകത്താണ് ഈ ഔദ്യോഗികമായിട്ട് ഇവരെ കർദിനാളാക്കുന്ന കാര്യം എഴുതിയിട്ടുള്ളത്. അതും അവരെ ഏൽപ്പിക്കുകയാണ്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട്, ഏറ്റവും പ്രധാനം അറിയിക്കുന്ന കാര്യം അവസാനം പാപ്പ പറയുന്നൊരു കാര്യമാണ്. അത് അദ്ദേഹം പറയുന്നത് സമാധാനം നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകട്ടെ എന്നുള്ള ആ ഒരു ആശംസ.
അത് ലത്തീൻ ഭാഷയിൽ വളരെ സ്നേഹത്തോടുകൂടി അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഓർക്കേണ്ട ഒരു കാര്യം, ഈ മാർപ്പാപ്പ 9 പ്രാവശ്യമാണ് കർദിനാൾമാരെ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്, കർദിനാൾമാരെ നാമകരണം ചെയ്തിട്ടുള്ളത്. ഏകദേശം 142ഓളം പേര്, ഏകദേശം 42ഓളം പേര് അദ്ദേഹം നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. 142ഓളം പേര്, അതിൽ 110 പേര് വോട്ടവകാശമുള്ളവരാണ്, 39 പേര് വോട്ടവകാശമില്ലാത്തവരാണ്. അതായത് പ്രായപൂർത്തി 80, വോട്ടവകാശത്തിനുള്ള പ്രായപരിധി എന്ന് പറഞ്ഞാൽ 80 വയസ്സാണ്. അത് കഴിഞ്ഞ് 39 പേരുണ്ട്. 110 പേര് വോട്ടവകാശമുള്ളവരാണ്. അവർ 70 രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. കത്തോലിക്ക സഭയിൽ ഇതുവരെ അങ്ങനെ ഇത്രയും അധികം രാജ്യങ്ങളിൽ നിന്ന് മാർപ്പാപ്പമാരെ, കർദിനാൾമാരെ സൃഷ്ടിച്ചൊരു പാപ്പ ഉണ്ടായിട്ടില്ല. അത് ഫ്രാൻസിസ് പാപ്പയാണ് അങ്ങനെ വന്നിരിക്കുന്നത്. 9 കൺസിസ്റ്ററി, അതായത് കൺസിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന ചടങ്ങിന് പറയുന്ന പേരാണ്. 9 സാധാരണ കൺസിസ്റ്ററി നടത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇതിലേക്ക് വന്നിട്ടുള്ളത്. ഇതുപോലെ തന്നെ 9 സാധാരണ കൺസിസ്റ്ററി നടത്തിയ മറ്റൊരു പാപ്പയാണ് വിശുദ്ധനായ ജോൺ പോൾ II. അദ്ദേഹം ഏതാണ്ട് 231ഓളം കർദിനാൾമാരെ വാഴിച്ചിട്ടുണ്ട്. അതിൽ 6 പേര് ഇപ്പോഴും വോട്ടവകാശത്തോട് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇവരുടെ 2 പേരുടെ ഇടയിലുണ്ടായിരുന്ന ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ഏകദേശം 5 കോൺസിസ്റ്ററി, അതായത് ഈ ചടങ്ങ്, ഇപ്പോൾ നടക്കുന്ന ചടങ്ങ് സാധാരണ കോൺസിസ്റ്ററിയാണ്. അസാധാരണ കോൺസിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കർദിനാൾമാരെ വിളിച്ച് പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി അവരോട് ചർച്ച ചെയ്ത് ഉപദേശം നേടിയും മാർപ്പാപ്പ നടത്തുന്ന സമ്മേളനങ്ങൾക്കാണ് അസാധാരണ കോൺസിസ്റ്ററി എന്ന് പറയുന്നത്. ഇവരെ ആ സ്ഥാനത്തേക്ക് അവരോധിക്കുന്നതിന് സാധാരണ കൺസിസ്റ്ററി എന്നാണ് പറയുന്നത്. അങ്ങനെ ബെനഡിക്റ്റ് പാപ്പ തൻ്റെ ഭരണകാലത്ത് 5ഓളം കോൺസിസ്റ്ററികൾ, സാധാരണ കോൺസിസ്റ്ററികൾ നടത്തി 90ഓളം പേരെ കർദിനാൾമാരാക്കിയിട്ടുണ്ട്. അതിൽ 24 പേര് ഇന്നും വോട്ടവകാശമുള്ളവരാണ്. അത് അവരെയൊക്കെ വ്യത്യസ്തനായി എല്ലാവരിൽ നിന്ന്, എല്ലാ പാപ്പമാരിൽ നിന്നും ഫ്രാൻസിസ് പാപ്പ വ്യത്യസ്തനായിട്ട് മാറുന്നത് ഈ 70ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള, അതായത് ഒരിക്കലും ഇപ്പോൾ ഇന്തോനേഷ്യ, ബർമ, മ്യാൻമർ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ, നമ്മൾ ബർമ എന്ന് പറയുന്ന മ്യാൻമർ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നും, ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായ ഈസ്റ്റ് തിമോർ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ഈ കർദിനാൾമാരെ വെച്ചുകൊണ്ട് ഒരു ജനകീയമായ രീതിയിൽ ഹൈറാർക്കിയെ ശക്തിപ്പെടുത്തുന്ന രീതിയാണ് പാപ്പ അവലംബിച്ചിട്ടുള്ളത്. അതിൻ്റെ എല്ലാ അടിസ്ഥാനമായിട്ട് അദ്ദേഹം പറയുന്നത് സമാധാനം ഉണ്ടാകണം, ലോകത്തിൻ്റെ എല്ലാ മൂലയ്ക്കും സമാധാനം ചെല്ലണം. നമ്മൾ സൂചിപ്പിച്ച പോലെ നമ്മുടെ ജോർജ് കാവക്കാട്ട് പിതാവ് എത്താനുള്ള സമയമായിട്ടുണ്ട്. സമയം എന്താണെങ്കിലും ഈ സഭയോടുള്ള വിശ്വാസവും കൂറും പ്രഖ്യാപിക്കുന്ന സത്യപ്രതിജ്ഞ ഏറ്റുചൊല്ലിയ ശേഷം ഈ സ്ഥാനചിഹ്നങ്ങൾ ധരിപ്പിച്ചതിന് ശേഷം ഈ കയ്യിൽ കൊടുക്കുന്നത് അതെന്താണ്? ഇവരെ ഈ നാമകരണം ചെയ്ത രേഖ, അതിനാണ് ബൂള എന്ന് ലാറ്റിനിൽ പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഔദ്യോഗിക രേഖ, അതായത് നിങ്ങൾ ഇതായിട്ട് ഞാൻ നാമനിർദ്ദേശം ചെയ്തിരിക്കുന്ന രേഖയിൽ മാർപ്പാപ്പ ഒപ്പിടുകയും തൻ്റെ മോതിരം വെച്ച് സീൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു വലിയ ചടങ്ങാണ് അത്. ആ പ്രത്യേക പത്രത്തിൽ, ഒരു പ്രത്യേക പേപ്പറിലാണ് ചെയ്യുന്നത്. മോതിരം വെച്ചാണ് ഒപ്പിടുന്നത്, അതാണ് ഏൽപ്പിക്കുന്നത്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് എല്ലാവരും വരുന്നതെങ്കിലും ആരാദ്യം വരുന്നുവെന്നോ അവസാനം വരുന്നുവോ എന്നല്ല പ്രധാനപ്പെട്ട കാര്യം. യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരും ആകുമെന്ന്. നമുക്കറിയാം കേരളത്തിൽ ഒത്തിരി പണ്ഡിതരായ പുരോഹിതരൊക്കെ ഉണ്ട്. പക്ഷേ കൂവക്കാട്ട് പിതാവാണ് ഇപ്പോൾ കർദിനാളായിട്ട് നാമകരണം ചെയ്യപ്പെടുന്നത്. മറ്റുള്ളവർ ചിലപ്പോൾ കരുതാത്ത രീതിയിൽ ചില തിരഞ്ഞെടുപ്പുകൾ സഭയിലുണ്ടാവും. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാണ് നമ്മൾ ഒരു മഹനീയ മുഹൂർത്തത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. കൂവക്കാട്ട് പിതാവിൻ്റെ കാര്യങ്ങൾ നമുക്കറിയാം. വളരെ ലളിതമായ രീതിയിൽ ചങ്ങനാശ്ശേരി എന്ന ജീവിതം തുടങ്ങുന്ന ഒരു വ്യക്തി ഇപ്പോൾ സഭയിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറുന്നു. ഓർക്കേണ്ട ഒരു കാര്യം, കത്തോലിക്ക സഭയിൽ സ്ഥാനപരിധിയല്ല
പ്രധാന സ്ഥാനമോ അല്ലോ പ്രായമോ ഒന്നുമല്ല, അവരുടെ ശുശ്രൂഷ രീതിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഫാദർ, അങ്ങേക്ക് ഈ ചങ്ങനാശ്ശേരി അതിരൂപതയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ അങ്ങേക്ക് ബന്ധമുണ്ടോ? ഇപ്പോൾ ഈ കത്തോലിക്ക സഭയ്ക്ക് ഇതിനകം തന്നെ 3 കർദിനാൾമാരെ നൽകി എന്നൊരു അപൂർവ നേട്ടം കൈവരിച്ച ഒന്നാണ് ചങ്ങനാശ്ശേരി അതിരൂപത. ചങ്ങനാശ്ശേരി അതിരൂപത തീർച്ചയായിട്ടും സീറോ മലബാർ സഭയുടെ വളരെ ഒരു അഭിമാനമുണർത്തുന്ന രൂപതയാണ് ചങ്ങനാശ്ശേരി അതിരൂപത. അവിടെ നിന്ന് ഇപ്പോൾ ആലഞ്ചേരി പിതാവ്, ഇപ്പോൾ കൂവക്കാട്ട് പിതാവ്, പിന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പടിയറ പിതാവ്, അങ്ങനെ 3 പേര് കർദിനാൾമാരാകുന്നു. അത് വളരെ വേറൊരു രൂപതയ്ക്ക് അവകാശപ്പെടാൻ അർഹതയില്ലാത്തൊരു കാര്യമാണ്. വേറൊരു രൂപതയ്ക്ക് ആ ഒരു ഭാഗ്യം ലഭിച്ചില്ല. അർഹത എല്ലാവർക്കും ഉണ്ടാകും, പക്ഷേ ആ ഭാഗ്യം ചങ്ങനാശ്ശേരി രൂപതയ്ക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഈ ഭാരതത്തിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഭാരതത്തിൽ ആദ്യമായിട്ടൊരു കർദിനാളുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ വരുമ്പോൾ 1700-കളിൽ ഗോവയോട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കൊച്ചി ഗോവ പ്രദേശങ്ങളോട് ബന്ധപ്പെട്ട്, അന്ന് അക്കാലത്ത് ഈ പ്രദേശങ്ങളൊക്കെ ഒന്ന് നേരിട്ട് ബന്ധപ്പെടുന്നത് പോർച്ചുഗലിലെ ലിസ്ബണാണ്. ലിസ്ബണിലെ കർദിനാൾ വഴിയാണ് ഒരു കർദിനാൾ എന്ന രീതിയിൽ ഭാരതസഭയ്ക്ക് ആദ്യമായിട്ട് ബന്ധം ഉണ്ടാവുന്നത്. പിന്നീട് നമ്മൾക്ക് കേരളത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയുമ്പോൾ നമുക്കറിയാം, പാറേക്കട്ടിൽ പിതാവ് ഉണ്ടായിട്ടുണ്ട്, പിന്നീട് പടിയറ പിതാവ്, വർക്കിവിധേയത്തിൽ പിതാവ്, ഇപ്പോൾ നമ്മുടെ ആലഞ്ചേരി പിതാവ്, ആ ശ്രേണിയിലേക്ക്, ആ മഹാരാജന്മാരുടെ ശ്രേണിയിലേക്ക് കൂവക്കാട്ട് പിതാവ് നടന്നെടുക്കുകയാണ്. അത് തീർച്ചയായിട്ടും കേരളത്തിലെ ചങ്ങനാശ്ശേരി രൂപതയ്ക്ക് ഏറ്റവും അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, രൂപതകളായിട്ട് കത്തോലിക്ക സഭ വിഭജിക്കുന്നത് ഭരണത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടിയാണ്. പക്ഷേ എല്ലാവരും ഒരേ തറവാട്ടിലെ അംഗങ്ങളെന്ന രീതിയിൽ ഈ ഒരു സന്തോഷത്തിൽ ചങ്ങനാശ്ശേരി രൂപതയോടൊപ്പം കേരളത്തിലെ മറ്റ് എല്ലാ രൂപതകളും ഈ സന്തോഷം പങ്കുവയ്ക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് അവർക്ക് ലഭിച്ച ഒരു വലിയ ഭാഗ്യമാണെങ്കിലും മറ്റുള്ള രൂപതകളും അതിൽ സന്തോഷിക്കുകയാണ്. കാരണം എല്ലാവരും കത്തോലിക്ക സഭ എന്ന വലിയ തറവാട്ടിലെ അംഗങ്ങളാണ്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വളരെ ചെറുപ്രായത്തിലായതിൽ കർദിനാളായതിൻ്റെ ഒരു വലിയൊരു കാര്യമാണ് കൂവക്കാട്ട് പിതാവിനൊപ്പം നിൽക്കുന്നത്. ഏതാണ്ട് 44 വയസ്സ് 57 വയസ്സിനിടയ്ക്ക് കത്തോലിക്ക സഭയിൽ ഏതാണ്ട് 8ഓളം കർദിനാൾമാരുണ്ട്. അതുപോലെ തന്നെ ഓർക്കേണ്ട കാര്യം, 99 വയസ്സ് തൊട്ട് 94 വയസ്സിനിടയ്ക്കുള്ളവരുമുണ്ട് 10ഓളം പേര് കർദിനാൾമാർ. ഇതിൻ്റെയൊക്കെ ഇടയിൽ നമുക്കൊരു അഭിമാനം എന്ന രീതിയിൽ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് നമ്മുടെ കൂവക്കാട്ട് പിതാവും കർദിനാളാകുന്നത്. സാധാരണ അദ്ദേഹം സീറോ മലബാർ സഭയിലെ അംഗമാണെങ്കിലും ഇപ്പോൾ ലത്തീൻ സഭയിലെ ഒരു കർദിനാൾ എന്ന രീതിയിലാണ് ആയിട്ടുള്ളത്. സാധാരണഗതിയിൽ 10 വർഷത്തോളം മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വത്തിക്കാനിൽ ചെന്നിരുന്നവർ 10 വർഷത്തോളം അവിടെ സേവനം ചെയ്തിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോരുന്ന ഒരു രീതിയാണ് പുതിയതായിട്ട് കത്തോലിക്ക സഭ അവലംബിച്ചിട്ടുള്ള രീതികൾ. അങ്ങനെയെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ സ്വന്തം മാതൃസഭയിലേക്ക് കൂവക്കാട്ട് പിതാവ് തിരിച്ചു വരുമെന്ന് വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ നമുക്ക് തീർത്തു പറയാൻ അറിയില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥാനിക രൂപതയായിട്ട് കൊടുത്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടതാണ്. കത്തോലിക്ക സഭയിൽ, സാധാരണ ലത്തീൻ സഭയിൽ, റോമൻ കത്തോലിക്ക സഭയിൽ സ്ഥാനിക രൂപതകൾ കൊടുക്കുന്നത് സാധാരണഗതിയിൽ റോമിനോട് ബന്ധപ്പെട്ടുള്ള റോമൻ സഭകളെല്ലാം. പക്ഷേ കൂവക്കാട്ട് പിതാവിന് കൊടുത്തിട്ടുള്ളത് കൽദായ സഭയുടെ ഒരു അടിസ്ഥാന രൂപതയായ നിസിബസ് എന്ന് പറയുന്ന രൂപതയാണ്. ഈ നിസിബസ് രൂപത നമ്മൾക്ക് കേരളത്തിലെ സീറോ മലബാർ സഭയുടെ അതിൻ്റെ ഉറവിടത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബാക്കിയുള്ള കർദിനാൾമാർക്ക് എല്ലാവർക്കും തന്നെ കൊടുത്തിട്ടുള്ളത് റോമിനോട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാനിക രൂപതകളാണ്. തീർച്ചയായിട്ടും ലത്തീൻ രൂപതയിൽ അല്ലെങ്കിൽ റോമൻ കത്തോലിക്ക രൂപതയിൽ എന്ന രീതിയിലാണ് കൂവക്കാട്ട് പിതാവ് ഇപ്പോൾ സ്ഥാനമേൽക്കുന്നതെങ്കിലും അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള സ്ഥാനിക രൂപത അത് കൽദായ രൂപതയുടെ ആണ്. ആ പേരാണ് നിസ്ബസ് എന്ന പേരാണ് കൊടുത്തിട്ടുള്ളത്. അത് സീറോ മലബാർ സഭ നിസിബസ് എന്നുള്ള രീതിയിലുള്ള, അത് സീറോ മലബാർ സഭയുടെ അടിസ്ഥാന വേരുകളുള്ള കൽദായ സഭയുടെ ഒരു സ്ഥാനിക രൂപതയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കർദിനാളാണ് 44 വയസ്സുകാരനായ മിഖേലോ വൈച്ചോക്ക് എന്ന് പറയുന്ന ഉക്രൈൻ ഗ്രീക്ക് കത്തോലിക്ക സഭയിലെ ഓസ്ട്രിയയിലെ മെൽബണിൽ അവിടെയുള്ള വിശ്വാസികൾക്ക് വേണ്ടി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ചെറുപ്പക്കാരനായ ഒരു പിതാവാണ്, പ്രിയങ്കരനായ ഒരു പിതാവാണ്. ആ ചടങ്ങുകൾക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ കാണുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ തലയിൽ
കിഴക്കൻ സഭകളുടെ ഒരു പ്രത്യേക രീതി അനുസരിച്ച് തലമൂടുന്ന ഒരു രീതിയുണ്ട്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ രീതി സ്വീകരിച്ചുകൊണ്ടാണ് ബാക്കിയുള്ള ഔദ്യോഗിക ചിഹ്നങ്ങൾ അദ്ദേഹം പാപ്പയിൽ നിന്ന് ഏറ്റുവാങ്ങുന്നത്. ആ സഭയെ സംബന്ധിച്ചിടത്തോളം ചുവപ്പ് നിറത്തേക്കാൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന ചുവപ്പ് നിറത്തിന് പുറമെ തലമുണ്ടനം ചെയ്യുന്ന രീതിയിലുള്ള, തല മൂടിയിടുന്ന രീതിയിലുള്ള കറുപ്പ് വസ്ത്രം കൂടി അണിയിക്കുന്ന ഒരു ചടങ്ങാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. 44-കാരനായ അദ്ദേഹം കിഴക്കൻ സഭകളുടെ ഉക്രൈൻ, ഗ്രീക്ക് കത്തോലിക്ക സഭയുടെ പ്രതിനിധിയാണ്. ശരി, ഫാദർ ജോണി സേവ്യർ തുടരുക. വത്തിക്കാനിൽ നിന്നുള്ള തത്സമയ സംപ്രേക്ഷണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ സഭയോടുള്ള വിശ്വാസവും കൂറും പ്രഖ്യാപിക്കുന്ന സത്യപ്രതിജ്ഞ ഏറ്റുചൊല്ലിയ ശേഷം കർദിനാളുമാരെ സ്ഥാനചിഹ്നങ്ങൾ ധരിപ്പിക്കുകയാണ് മാർപ്പാപ്പ.